നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. അപ്പം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അത് ഇനാക്ട് ചെയ്തത് 4th August 2009 പക്ഷെ അത് കെയിം ഇൻ ടു ഫോഴ്സ് എപ്പം മുതലാണ് അത് പ്രാവർത്തികമായിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1st April 2010. 52nd question, theory of developmental task was a contribution of Robert Havighurst. Okay, theory of developmental task according to Robert Havighurst എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് ടാസ്ക്. ഹ്യൂമൻ ബീങ്സ് ഓരോ സ്റ്റേജസ് ഓഫ് ലൈഫിൽ കുറേ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ടാസ്കുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇൻഫൻസി ഓർ ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, ഏർലി അഡൽട്ട്ഹുഡ്, മിഡിൽ ഏജസ്, ഓൾഡ് ഏജസ്, അങ്ങനെയൊക്കെ കുറേ സ്റ്റേജസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ തിയറി ഓഫ് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് റോബർട്ട് ഹാവിഗ്ഹേഴ്സ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പേരൻസ് ആൻഡ് അതർ അഡൾട്ട്സ് ഇസ് ദ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് ഡാഷ്. അഡോളസെൻസിൻ്റെ ആണ്. ഓക്കെ, നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ എൽഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒരു ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നു നമുക്ക് കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിൽ വരുന്നതാണ്? അഡോളസെൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം പേരൻസ് ആൻഡ് അതർ അഡൾട്ട്സ് ഇസ് ദ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെൻസ്. 54th question, who is known as the father of behaviorism? നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. who is known as the father of behaviorism? കുറേ പേര് പറയുന്നത് സ്കിന്നർ എന്നാണ്, ബട്ട് ദ കറക്റ്റ് ആൻസർ ഇസ് ജോൺ ബി വാട്സൺ. വാട്സൺ ആണ് ബിഹേവിയറിസത്തിൻ്റെ ഫാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഇറ്റ്സ് ദ ലേണിംഗ് തിയറി പ്രൊപ്പോസ്ഡ് ബൈ E.L. Thorndike. E.L. Thorndikeൻ്റെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, സോ അവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഒരു ക്യാറ്റിനെ ഒരു കേജിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് റിസൾട്ട് കിട്ടുന്നതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്, അങ്ങനെ കുറച്ച് സബോർഡിനേറ്റ് ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട് ഈ തോണ്ടായിക്കിൻ്റെ തിയറി ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ. ലോ ഓഫ് റെഡിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴാണോ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ്, ഏത് കാര്യം ചെയ്യാനായിട്ടാണെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളത് ആ സമയത്ത് മാത്രം അത് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ പെർഫെക്ഷനിലെത്തും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലോ ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ കണ്ടക്ഷൻ യൂണിറ്റ് ഇസ് റെഡി ടു കണ്ടക്ട് ഫോർ ഇറ്റ് ഡു സോ ഇസ് സാറ്റിസ്ഫൈങ്. അപ്പോൾ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോ ഓഫ് റെഡിനെസ് ഫോളോ ചെയ്യണം. എപ്പോഴാണോ റെഡി ആയിട്ടിരിക്കുന്നത് പഠിക്കാനാണെങ്കിലും എന്ത് ആക്ടിവിറ്റി ചെയ്യാനായിട്ടാണെങ്കിലും അപ്പോൾ അത് ചെയ്യുക, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക. അതിനെയാണ് ലോ ഓഫ് റെഡിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ സ്ട്രെങ്തനിങ് ഓഫ് SR കണക്ഷൻസ് വിത്ത് പ്രാക്ടീസ് ആൻഡ് ദെയർ വീക്കനിങ് വെൻ പ്രാക്ടീസ് ഇസ് നോട്ട് കണ്ടിന്യൂഡ്. നമ്മൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു നമ്മുടെ ആ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ സ്ട്രോങ് ആകും എന്നാണ് പറയുന്നത്. പിന്നെ ലോ ഓഫ് ഇഫക്റ്റ്, അത് വേറൊരു ലോസ് ഓഫ് ലേണിങ്ങിൽ വരുന്ന ഒരെണ്ണമാണ്. അത് എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യുക. എപ്പോഴാണ് സ്ട്രെങ്തൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ഇഫ് ഇറ്റ് ഇസ് ഫോളോഡ് ബൈ എ പ്ലെഷർ. നമുക്കൊരു പ്ലെഷർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മൾക്കൊരു ഡിസ്പ്ലെഷർ അല്ലെങ്കിൽ ഒരു പെയിൻ ആണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ വീക്കെൻഡ് ആകുന്നു എന്നാണ് പറയുന്നത്. അതിനെയാണ് ലോ ഓഫ് ഇഫക്റ്റ് എന്നുകൊണ്ട് തോണ്ടായിക്ക് ഉദ്ദേശിക്കുന്നത്. Hope you have understand. So the next theory, that is theory of classical conditioning, was proposed or advocated by Pavlov. Pavloviൻ്റെയാണ് theory of classical conditioning. അടുത്ത question, theory of operant conditioning was formulated by B.F. Skinner. നമുക്കറിയാം പാവ്ലോവിൻ്റെ കേസിൽ ഡോഗിനെ വെച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് എങ്കിൽ തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് ബൈ സ്കിന്നർ അവിടെ ഉപയോഗിക്കുന്നത് റാറ്റിനെയാണ്. പിന്നെ തോണ്ടായിക്കിൻ്റെ കേസിൽ ഇറ്റ്സ് ക്യാറ്റ്. ഓക്കെ,
Okay, 58th question. Theory of learning by insight is the contribution of Gestalt psychologists. Theory of learning by insight. Insight. അവിടെ സ്ട്രെസ് ചെയ്യേണ്ട വാക്ക് ഇൻസൈറ്റ് എന്നാണ്. അപ്പോൾ തിയറി ഓഫ് ലേണിംഗ് ബൈ ഇൻസൈറ്റ് ഇസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ്. ഇനി ഇവരാരൊക്കെയാണെന്ന് നമുക്ക് അറിയാം. കോളർ, കോഫ്ക ആൻഡ് വഥേമർ. ഓക്കെ, ഈ ജെസ്റ്റാൾട്ട് സ്കൂളിൻ്റെ മെയിൻ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് പാർട്ട്. അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ കുറച്ച് ലോസ് വരുന്നുണ്ട്. ലോസ് ഓഫ് സിമിലാരിറ്റി, ലോസ് ഓഫ് പ്രോക്സിമിറ്റി, ലോസ് ഓഫ് ക്ലോഷർ, ലോസ് ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ലോസ് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ലോ ഓഫ് സിമിലാരിറ്റി. സിമിലാരിറ്റി ലോ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സിമിലർ തിങ്സ് ടെൻസ് ടു അപ്പിയർ ഗ്രൂപ്പ് ടുഗെദർ. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ നമുക്ക് എപ്പോഴും ഗ്രൂപ്പ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. ആ ഒരു ടെൻഡൻസിനെയാണ് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് തിങ്സ് ദാറ്റ് ആർ നിയർ ഈച്ച് അതർ സീംസ് ടു ബി ഗ്രൂപ്പ് ടുഗെദർ. ഒബ്ജക്ട്സോ അല്ലെങ്കിൽ തിങ്സോ ഈ അടുത്തടുത്തുള്ള തിങ്സിനെയോ ഒബ്ജക്ട്സിനെയോ നമുക്ക് എപ്പോഴും ഗ്രൂപ്പ് ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകുക. അതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഗീവൺ ടു ദ ചിമ്പാൻസി ഇൻ കോളേഴ്സ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, കോളറിൻ്റെ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്ത ചിമ്പാൻസിയുടെ പേര് എന്താണ് എന്ന് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സുൽത്താൻ എന്നാണ് പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഫീൽഡ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ കേർട്ട് ലെവിൻ. കേർട്ട് ലെവിൻ്റെയാണ് ഫീൽഡ് തിയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് സ്റ്റേജസ് വെയർ കോൺട്രിബ്യൂഷൻസ് ഓഫ്. ആരുടെയാണ് എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് സ്റ്റേജസ്? അത് ബ്രൂണറിൻ്റെയാണ്. ബ്രൂണറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, അത് ബ്രൂണറിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് സ്റ്റേജസ് വെയർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആരുടെയാണ്? ബ്രൂണറിൻ്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേജസ് കമ്മിങ് അണ്ടർ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓഫ് പിയാജെ. പിയാജെയുടെയാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ അതിൻ്റെ അകത്ത് 4 സ്റ്റേജസ് ആണ് വരുന്നത്. സെൻസറി മോട്ടർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ സെൻസറി മോട്ടർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബർത്ത് ടു 2 years ആണ്. ഓരോ സ്റ്റേജിലും ഓരോ അക്കംപ്ലിഷ്മെൻ്റ് ആണ് കുട്ടിക്ക് ഉണ്ടാകുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ, സെൻസറി മോട്ടർ സ്റ്റേജിൽ കുട്ടിക്ക് സെൽഫിനെ ഒബ്ജക്ട്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് കിട്ടുന്നു. ഡിഫറൻഷിയേറ്റ്സ് സെൽഫ് ഫ്രം ഒബ്ജക്ട്സ്. അതുപോലെ രണ്ടാമത്തെ അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു കളിപ്പാട്ടം കുഞ്ഞിൻ്റെ കൺമുമ്പിൽ നിന്ന് മാറ്റുകയാണെങ്കിലും അതിനറിയാം ആ ഒരു കളിപ്പാട്ടം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ട് കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. സോ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആ ഒരു കപ്പാസിറ്റിയും ഈ ഒരു സെൻസറി മോട്ടർ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് 2 to 7 yearsലാണ് നടക്കുന്നത്. ഓക്കെ, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ലേൺസ് ടു യൂസ് ലാംഗ്വേജ്. കുട്ടിക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ കുട്ടി ഈഗോ സെൻട്രിക് ആയിട്ടാണ് അപ്പോഴും നിലനിൽക്കുന്നത്. ഈഗോസ് അപ്പോഴും കുട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ. ക്ലാസിഫൈ ഒബ്ജക്ട്സ് ബൈ സിംഗിൾ ഫീച്ചർ. ഒറ്റ ഫീച്ചർ കൊണ്ട് ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. ഏത് സ്റ്റേജിൽ? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഇറ്റ്സ് ഫ്രം 7 to 11 years ആണ്. അവിടെ കുട്ടിക്ക് തിങ്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ലോജിക്കലി തന്നെ. പക്ഷേ ഒബ്ജക്ട്സിനെ കുറിച്ചും ഈവൻസിനെ കുറിച്ചും കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടിക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് ഒബ്ജക്ട്സ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അക്കോർഡിംഗ് ടു സെവറൽ ഫീച്ചേഴ്സ്. പല ഫീച്ചേഴ്സ് വെച്ചിട്ട് കുട്ടിക്ക് ഒബ്ജക്ട്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ദ ഫോർത്ത് സ്റ്റേജ് ദാറ്റ് ഇസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ആ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പം 12 to 15 years ആണ്. അവിടെ കുട്ടി തിങ്ക് ചെയ്യുന്നു ലോജിക്കലി അബൌട്ട് അബ്സ്ട്രാക്ട് പ്രൊപ്പോസിഷൻസ്. കോൺക്രീറ്റ് അല്ലാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തോട്ട്സ്, ഐഡിയാസ് എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുട്ടിക്ക് കിട്ടുന്നു. അതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഞാൻ പല വീഡിയോസിലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇൻവോൾവ്സ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് ന്യൂ ഈവൻറ്റ്സ് ഇൻ ടു പ്രീ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ്. അസിമിലേഷൻ എന്നാണ് ഉത്തരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ
Dash involves the incorporation of new events into pre-existing cognitive structure. നമ്മളുടെ ഉള്ളിലുള്ള ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോഗ്നിറ്റീവ് സ്ട്രക്ചറിലോട്ട് പുതിയ ഈവൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് മീൻസ് ദ എക്സിസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ചേഞ്ച് ടു അക്കോമഡേറ്റ് ന്യൂ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷൻ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ, കോഗ്നിറ്റീവ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് അക്കോമഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇൻവോൾവ്സ്, ദാറ്റ് ഈസ് 65th ക്വസ്റ്റ്യൻ. ഡാഷ് ഇൻവോൾവ്സ് ദ പേഴ്സൺ സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് എൻവയൺമെൻറ്റ്, ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അക്കോമഡേഷൻ്റെയും അസിമിലേഷൻ്റെയും ഇടയിലൊരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ സ്ട്രൈക്കിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റും ആ കുട്ടിയും തമ്മിലുള്ളൊരു ബാലൻസ് ഉണ്ടാകുന്നതിനെയാണ് ഇക്വിലിബ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മൂന്നും കൺസ്ട്രക്റ്റിവിസം, ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഓഫ് പിയാജെയുടെ കീഴിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 66th question. Theory of social constructivism was proposed by Lev Vygotsky. ഇത് പലർക്കും തിരിഞ്ഞു പോകുന്നതാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ വൈഗോട്സ്കിയും, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ പിയാജെയുമാണ്. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. 67th question. Child's capacity to solve problems on his own and his capacity to solve them with assistance. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോൺ ഓഫ് ക്ലോസസ്റ്റ് എന്ന് പറയുന്നത്. കുട്ടിക്ക് സ്വന്തമായിട്ട് പ്രോബ്ലംസ് എത്രമാത്രം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ കുട്ടിയുടെ കപ്പാസിറ്റി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസിസ്റ്റൻസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ മുതിർന്നവരുടെയോ അസിസ്റ്റൻസോടുകൂടി എത്രമാത്രം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നു, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു വാക്ക് ZPD കേട്ടിട്ടുണ്ട്. പക്ഷേ ZPDയുടെ വേറൊരു ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സോൺ ഓഫ് ക്ലോസസ്റ്റ്. ഓക്കെ, സോൺ ഓഫ് ക്ലോസസ്റ്റ് എന്നും കൂടി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത് അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഓർ ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഒസ്ബെൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അതും ആരുടെയാണ്? അത് ബ്രൂണറിൻ്റെയാണ്. അഡ്വാൻസ്ഡ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസ്ബെലിൻ്റെയാണ്. ഓക്കെ, അതും മാറിപ്പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിമെമ്പറിംഗ് ദ സീറ്റ് നമ്പർ ഇൻ ദ തിയേറ്റർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഇമ്മീഡിയറ്റ് മെമ്മറി. ഓക്കെ, നമ്മൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് ആ സീറ്റ് നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർക്കുന്നു. പക്ഷേ നമ്മൾ തിയേറ്ററിൽ സീറ്റിലിരുന്നതിന് ശേഷം ആ ഒരു സീറ്റ് നമ്പർ മറക്കുന്നു. അപ്പോൾ ആ ഒരു മെമ്മറിയെ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ദെൻ റിമെമ്പറിങ് അവർ ഓൺ നെയിം ഇസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് പെർമനൻറ്റ് മെമ്മറി. നമ്മൾ നമ്മുടെ പേര് ഒരിക്കലും മറക്കത്തില്ല, ബിക്കോസ് അത് പെർമനൻറ്റ് മെമ്മറി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്, അല്ലേ? അതാണ്. ഓക്കെ, 71st question. In answering questions in the examination hall, one need dash. ആക്റ്റീവ് മെമ്മറിയാണ് വേണ്ടത്, അല്ലേ? നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം മാക്സിമം ട്രൈ ചെയ്യുകയാണ് നമ്മുടെ ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ആക്റ്റീവായിട്ടുള്ള മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് നിമോണിക്സ്? നിമോണിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെമ്മറി ഇംപ്രൂവിങ് ടെക്നീക്കാണ്. ഓക്കെ, അതിൻ്റെ കീഴിൽ വരുന്നതാണ് ആക്രണിംസും അതുപോലെ എക്രോസ്റ്റിക്സും. വേണമെങ്കിൽ അതും ചോദിക്കാം. ആക്രണിംസ് നമുക്കറിയാം. വിബ്ജിയോർ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരു ആക്രണിമാണ്. അതിൻ്റെ ആ മൊത്തത്തിലുള്ള ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഈ 7 കളേഴ്സ് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആക്രണിമാണ് വിബ്ജിയോർ എന്ന് പറയുന്നത്. എക്രോസ്റ്റിക്സ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് ഈച്ച് വേർഡ്സ്. നമ്മൾ റിമെമ്പർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വേർഡ്സിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, WBC നമുക്കറിയാം, വൈറ്റ് ബ്ലഡ് സെൽസ്. അതിൻ്റെ കൗണ്ട് ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ യൂസ് ചെയ്യുന്നതാണ്. ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ഇസ്നോഫിൽ, പാസോഫിൽസ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ആ ഒരു ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ്. നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ്. ആ ഒരു സെൻറ്റൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, ഇസ്നോഫിൽസ്, ബാസോഫിൽസ് അതൊക്കെ
തന്നെത്താനെ നമ്മൾക്ക് മനസ്സിൽ വന്നോളും. അപ്പോൾ നിമോണിക്സ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ടെക്നിക്കാണ്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ആക്രണിംസും അതുപോലെ തന്നെ എക്രോസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Process in which participants examine their own educational practice systematically and carefully using the technique of research. അതിനെയാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് ആക്ഷൻ റിസർച്ച്? അവിടെ പാർട്ടിസിപ്പൻസ് അനലൈസ് ചെയ്യുകയാണ് അവരുടെ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ്. എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത് ഈ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ്? ത്രൂ സിസ്റ്റമാറ്റിക് ആൻഡ് കെയർഫുൾ എക്സാമിനേഷനാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അത് നടക്കുന്നത്. ഒരു വെൽ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അതിൽ കാണും. ആൻഡ് ഓൾസോ നല്ല കെയർഫുൾ ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ യൂസിങ് ദ ടെക്നീക്ക് ഓഫ് റിസർച്ച്. റിസർച്ച് എന്ന ടെക്നീക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നു. ഓക്കെ, അത് സിലബസിലുള്ളൊരു പോർഷനാണ് ആക്ഷൻ റിസർച്ച്. Next question. A system of school-based evaluation of students that cover all aspects of the student's development. ഒരു കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് നോക്കുന്ന, ഓൾ ആസ്പെക്ട്സ് നോക്കുന്ന ഒരു സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷനാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അതിനെ പൊതുവെ നമ്മൾ CCE എന്നാണ് വിളിക്കുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസിലും കോളേജസിലും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഇവാലുവേഷനാണ്. ഓക്കെ, CCE. അടുത്ത ക്വസ്റ്റ്യൻ. When a student's performance is assessed qualitatively by the evaluator through assigning letter grades like A for outstanding, B for very good, C for good, D for satisfactory, and F for unsatisfactory, the method is known as direct grading. അപ്പോൾ നമ്മുടെ സിലബസിലുള്ളതാണ് ഡയറക്റ്റ് ഗ്രേഡിംഗ്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടോപ്പിക്സ്. ഇവിടെ ഡയറക്റ്റ് ഗ്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണ്. ക്വാളിറ്റേറ്റീവ്ലി ആണ് നടക്കുന്നത്. അവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ക്വാണ്ടിറ്റേറ്റീവ്ലി അല്ല. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്പേഴ്സ് വരുന്നു, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് വരുന്നില്ല, പകരം ആൽഫബറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ലെറ്റർ ഗ്രേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. A ഫോർ ഔട്ട്സ്റ്റാൻഡിങ്, B ഫോർ വെരി ഗുഡ്, C ഫോർ ഗുഡ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അവിടെ മാർക്സ് ഇല്ല, ഗ്രേഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, 76th ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റർ അവാർഡിംഗ് ഗ്രേഡ്സ് ത്രൂ മാർക്സ്. ഓക്കെ, മാർക്സിലൂടെ ഗ്രേഡ് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺവേർഷൻ, മാർക്സിനെ ഗ്രേഡ്സ് ആക്കുന്ന കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നടത്താം. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഗ്രേഡിംഗ് വെയർ ഗ്രേഡ്സ് ആർ ഗിവൺ ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമൈൻഡ് കട്ട് ഓഫ് ലെവൽസ്. ഓൾറെഡി കട്ട് ഓഫ് ലെവൽസ് നേരത്തെ ഡിറ്റർമൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിയർ ഈച്ച് പോയിന്റ് വാല്യൂ ഇസ് അസൈൻഡ് എ ലെറ്റർ ഗ്രേഡ്. ഓക്കെ, വാല്യൂ പോയിന്റ്സിന് കറക്റ്റായിട്ട് ഗ്രേഡ് ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്, സ്പെഷ്യലി കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും അവിടെയൊക്കെ ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു 90 to 100 എന്ന് പറയുമ്പോൾ A ആണ്, 80 to 89 എന്ന് പറയുമ്പോൾ B ഗ്രേഡ് ആണ്, 70 to 79 എന്ന് പറയുമ്പം C ഗ്രേഡ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്കറിയാം നമ്മളുടെ കോളേജസിലൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആണ്. അടുത്തത് റിലേറ്റീവ് ഗ്രേഡിംഗ്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ ദ ഗ്രേഡ് റേഞ്ച് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഇറ്റ് ക്യാൻ വേരി ഇൻ ട്യൂൺ വിത്ത് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ദാറ്റ് റോട്ട് ദ എക്സാം. അപ്പോൾ ഇവിടെ റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ എന്താ, ഗ്രേഡ്സ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, കാൻഡിഡേറ്റ്സിൻ്റെ കൂടുതൽ സ്കോർ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കട്ട് ഓഫും ഗ്രേഡും കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ഉണ്ട്. ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രേഡ്സ് മാർക്സിലൂടെയാണ് അവാർഡ് ചെയ്യുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് എ ടൂൾ സ്റ്റുഡൻസ് ക്യാൻ മേക്ക് use to make sure they have met all requirements of an assignment that will be assessed. ചെക്ക്ലിസ്റ്റ്, അതിനെയാണ് ചെക്ക്ലിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണ് ഓൾ ദ തിങ്സ് ദാറ്റ് യു നീഡ് ടു ഡു. നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതെല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നമ്മൾ ടിക്ക് കൊടുക്കും, ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്നെങ്കിൽ സ്പേസ് വിടും അല്ലെങ്കിൽ റോങ് ആ ഒരു സൈൻ കൊടുക്കും.
അപ്പോൾ അവിടെ സ്റ്റുഡൻസിൻ്റെ കേസിലും നമുക്ക് ഇപ്പം ടീച്ചേഴ്സ് കുറേ വർക്ക്സ് കൊടുക്കുകയാണെങ്കിൽ ആ വർക്ക്സിൻ്റെയൊക്കെ പേര് അല്ലെങ്കിൽ അങ്ങനെ ഇന്ന സാധനം ചെയ്തോ, ആ സാധനം കംപ്ലീറ്റ് ചെയ്തോ, അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൂൾ സ്റ്റുഡൻസ് ക്യാൻ യൂസ് ടു മേക്ക് ഷുവർ ദേ ഹാവ് മെറ്റ് ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ അസൈൻമെൻറ്റ് ദാറ്റ് വിൽ ബി അസസ് ചെയ്യാനായിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Dash allow teachers to indicate the degree or frequency of behaviors, skills, strategies displayed by the learner. റേറ്റിംഗ് സ്കെയിലാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാം റേറ്റിംഗ് സ്കെയിൽസ് നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോൺസിലൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 സ്റ്റാർ കൊടുക്കും, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 സ്റ്റാർ കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു എഡ്യൂക്കേഷണൽ ഡൊമെയിനിലും നമുക്ക് ഇങ്ങനെയൊരു റേറ്റിംഗ് സ്കെയിൽസ് ഉണ്ട്. ദാറ്റ് മീൻസ് ടീച്ചർ സ്റ്റുഡൻസിൻ്റെ വർക്ക്സിനെ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സിനെ, അവരുടെ സ്കിൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർസ് അല്ലെങ്കിൽ ആ ഒരു റേറ്റിംഗ് സ്കെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash contains the results of different assessment and judgments held from time to time during the course of study of a student or pupil. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ തൊള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വർക്ക്സുകളും അതുപോലെ അവരുടെ ആ ഒരു അസസ്മെൻറ്റ്സുകളും ഫ്രം ടൈം ടു ടൈം, ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടീച്ചേഴ്സ് പരിശോധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഒരു കോഴ്സ് ഓഫ് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് റെക്കോർഡ്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ദ റിസൾട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് അസസ്മെൻറ്റ്സ്. പല അസസ്മെൻറ്റ്സും ജഡ്ജ്മെൻറ്റ്സിലും ടീച്ചേഴ്സ് നടത്തിയ അസസ്മെൻറ്റ്സും ജഡ്ജ്മെൻറ്റ്സും പല സമയത്തായിട്ടുള്ളത് എന്താണ് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു കുട്ടിയുടെ. അപ്പോൾ ആ ഒരു റെക്കോർഡിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം, അനക്ഡോട്ടൽ റെക്കോർഡ് എന്താണെന്ന്. It is an informal device used by the teacher to record behaviors of student as observed by him from time to time. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ടീച്ചേഴ്സ് കുട്ടികളുടെ ബിഹേവിയർ അത് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അറിയാതെ ആയിരിക്കാം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ ടീച്ചർ എഴുതുന്നു. അതിനെയാണ്, ആ ഒരു റെക്കോർഡിനെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ,